CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുകയാണ്. തത്സമയം താൽക്കാലിക അധ്യക്ഷനായി സഖാവ് EP ജയരാജനെ ഞാൻ ക്ഷണിക്കുന്നു. ഈ ഹാളിൽ ഇരിക്കാൻ അല്പസൗകര്യക്കുറവുണ്ട്. പക്ഷേ പുറത്ത് സമ്മേളനം എല്ലാം നിരീക്ഷിക്കാൻ കഴിയത്തക്ക നിലയിൽ സീറ്റ് അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ കഴിയാത്തവർ ആ സൗകര്യം കൂടി ഉൾക്കൊള്ളണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സഖാക്കളെ, രക്തസാക്ഷി പ്രമേയം തൊഴിലാളി വർഗത്തിൻ്റെയും അധ്വാനിക്കുന്ന മറ്റ് ജനവിഭാഗങ്ങളുടെയും അടിച്ചമർത്തപ്പെട്ട എല്ലാ ജനതകളുടെയും ശാശ്വത വിമോചനത്തിനും ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ സ്ഥാപനത്തിനും വിജയകരമായ മുന്നേറ്റത്തിനും ലോകസമാധാനത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ വീരമൃത്യു വരിച്ച ധീര രക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുമ്പിൽ ഈ സമ്മേളനം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവർ ഉയർത്തിപ്പിടിച്ച മഹത്തായ ലക്ഷ്യസാക്ഷാത്കാരത്തിനുള്ള പോരാട്ടങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ തുടരുമെന്ന് ഈ സമ്മേളനം പ്രതിജ്ഞ ചെയ്യുന്നു. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് സഖാക്കളെ, ഇന്നു മുതൽ 4 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൻ്റെ അജണ്ട സമ്മേളന പ്രതിനിധികളുടെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഫെബ്രുവരി 22 പതാക ഉയർത്തൽ കഴിഞ്ഞു. രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞു. അനുശോചന പ്രമേയം, പ്രസീഡിയം, സ്റ്റിയറിംഗ് കമ്മിറ്റി, മിനിറ്റ്സ്, ക്രെഡൻഷ്യൽ, പ്രമേയ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ്. 11 മണി ഉദ്ഘാടനം. ഉച്ചയ്ക്ക് 1 മുതൽ 3 വരെ ഭക്ഷണം. ഉച്ചയ്ക്ക് 3 മുതൽ പ്രവർത്തന റിപ്പോർട്ട് അവതരണം. വൈകിട്ട് 5 മണിക്ക് ചായ. വൈകിട്ട് 5:30 മുതൽ ഗ്രൂപ്പ് ചർച്ച. 23 രാവിലെ 10 മുതൽ 11:15 വരെ പൊതുചർച്ച. 11:15 മുതൽ 11:45 വരെ ചായ. 11:45 മുതൽ 1 മണി വരെ പൊതുചർച്ച. 1 മണി മുതൽ 3 മണി വരെ ഭക്ഷണം. ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ 5 വരെ പൊതുചർച്ച. 5 മുതൽ 5:30 വരെ ചായ. വൈകിട്ട് 5:30 മുതൽ 8 വരെ പൊതുചർച്ച. ഫെബ്രുവരി 24 രാവിലെ 9:30 മുതൽ 11 വരെ പൊതുചർച്ച. 11 മുതൽ 11:30 വരെ ചായ. 11:30 മുതൽ 12:15 വരെ പൊതുചർച്ച. 12:15 മുതൽ 1 മണി വരെ പ്രമേയങ്ങൾ. 1 മുതൽ 3 വരെ ഭക്ഷണം. വൈകിട്ട് 5 മുതൽ മറുപടി. 2018 ഫെബ്രുവരി 25 രാവിലെ 10:30 മുതൽ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ തെരഞ്ഞെടുപ്പ്, ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം, ഇൻ്റർനാഷണൽ. 4 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൻ്റെ അജണ്ട അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഈ അജണ്ട അംഗീകരിക്കാവുന്ന സഖാക്കൾ കൈപൊക്കി അംഗീകരിക്കണം അഭ്യർത്ഥിക്കുകയാണ്.
പ്രതിനിധികളിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? നിഷ്പക്ഷം. ഈ അജണ്ട സമ്മേളനം ഐക്യകണ്ഠേന അംഗീകരിച്ചിരിക്കുന്നു. പ്രസീഡിയം, സ്റ്റിയറിംഗ് മിനിറ്റ്സ്, ക്രെഡൻഷ്യൽ, പ്രമേയ കമ്മിറ്റികൾ ഇതിൻ്റെ തെരഞ്ഞെടുപ്പാണ്. അതിന് മുൻപ് അനുശോചന പ്രമേയം അവതരിപ്പിക്കാൻ സഖാവ് എളമരം കരീമിനെ ക്ഷണിക്കുന്നു. സഖാക്കളെ, അനുശോചന പ്രമേയം. സഖാവ് വി വി ദക്ഷിണാമൂർത്തി 2016 ആഗസ്റ്റ് 31 നമ്മെ വിട്ടുപിരിഞ്ഞത്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ദേശാഭിമാനി മുൻ ചീഫ് എഡിറ്റർ, മികച്ച പാർലമെൻറ്റേറിയൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന സഖാവ് ദക്ഷിണാമൂർത്തി സംസ്ഥാനത്തെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ മുൻനിര നേതാക്കളിൽ ഒരാളായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്ത് കടന്നു വന്നത്. മാർക്സിയൻ ദർശനത്തിൽ ആഴത്തിലുള്ള അറിവുള്ള സഖാവ് രാഷ്ട്രീയ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചു. 19 വർഷത്തോളം ദേശാഭിമാനി കോഴിക്കോട് യൂണിറ്റ് മാനേജരായും 11 വർഷം ദേശാഭിമാനി ചീഫ് എഡിറ്ററായും പ്രവർത്തിച്ചു. ദേശാഭിമാനി പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. 3 വർഷക്കാലം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി സഖാവ് ചുമതല നിർവഹിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് 16 മാസക്കാലം ജയിൽവാസം അനുഭവിച്ച സഖാവ് 1969 ഡിസംബർ 1 കോഴിക്കോട് കലക്ട്രേറ്റ് പിക്കറ്റിങ്ങിൽ പങ്കെടുത്ത് ക്രൂരമായ പോലീസ് മർദ്ദനത്തിനും ഇരയായി. കോഴിക്കോട് ജില്ലയിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നേതൃത്വപരമായ പങ്കാണ് സഖാവ് വഹിച്ചിരുന്നത്. 1965, 1980 വർഷങ്ങളിൽ പേരാമ്പ്രയിൽ നിന്നുള്ള നിയമസഭാംഗമായിരുന്നു. ചെത്ത് തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ, ക്ഷേത്ര ജീവനക്കാർ, ലൈബ്രറി ജീവനക്കാർ തുടങ്ങിയ വിവിധ വിഭാഗം തൊഴിലാളികളെ സംഘടിപ്പിച്ച് ട്രേഡ് യൂണിയൻ മേഖലയിൽ സജീവമായി ഇടപെട്ടു. മലബാർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റായും കോഴിക്കോട് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായും സഖാവ് പ്രവർത്തിച്ചിരുന്നു. സഖാവിൻ്റെ വേർപാടിൽ പാർട്ടി സംസ്ഥാന സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. സഖാവ് കെ കെ മാമ്മക്കുട്ടി. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് കെ കെ മാമ്മക്കുട്ടി തൃശ്ശൂർ ജില്ലയിൽ പാർട്ടിയെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമായി വളർത്തിയതിൽ മികച്ച നേതൃത്വം നൽകിയ സഖാവായിരുന്നു. ഏതാണ്ട് 3 ദശകത്തോളം പാർട്ടി ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു. സഖാവിൻ്റെ വേർപാടിൽ പാർട്ടി സംസ്ഥാന സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. എം കെ ഭാസ്കരൻ. പാർട്ടി കൊല്ലം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, കർഷക തൊഴിലാളികളുടെയും കർഷകരുടെയും സംഘടനകളുടെ സംസ്ഥാന ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ച സഖാവ് എം കെ ഭാസ്കരൻ കൊല്ലം ജില്ലയിൽ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിലും പുതിയ നേതൃനിരയെ വാർത്തെടുക്കുന്നതിലും വലിയ പങ്കുവഹിച്ച സഖാവാണ്. സഖാവിൻ്റെ വേർപാടിൽ ഈ സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. കെ അനിരുദ്ധൻ. പാർട്ടി മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും സ്വാതന്ത്ര്യസമര സേനാനിയും മുൻ MLA-യും MP-യുമായ കെ അനിരുദ്ധൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ നേതൃത്വം വഹിച്ച സഖാവാണ്. ദീർഘകാലം CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമായും സംസ്ഥാന ഭാരവാഹിയായും പ്രവർത്തിച്ചിരുന്നു. സഖാവിൻ്റെ നിര്യാണത്തിൽ പാർട്ടി സംസ്ഥാന സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. കെ മൂസക്കുട്ടി. പാർട്ടി മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ ബേപ്പൂർ MLA-യുമായിരുന്ന സഖാവ് കെ മൂസക്കുട്ടിയുടെ നിര്യാണത്തിലും സംസ്ഥാന സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ഫിദൽ കാസ്ട്രോ. ക്യൂബൻ വിപ്ലവ നായകനും അരനൂറ്റാണ്ടോളം ക്യൂബയെ നയിക്കുകയും ചെയ്ത ഫിദൽ കാസ്ട്രോയുടെ മരണം ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമാണ്. ലോകമെങ്ങുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ പ്രചോദനമായിരുന്ന കാസ്ട്രോ ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തിയ ലോക നേതാക്കളിൽ പ്രമുഖനായിരുന്നു. തനിക്കെതിരെ അമേരിക്കൻ സാമ്രാജ്യത്വം നടത്തിയ 638 വധശ്രമങ്ങൾ അതിജീവിച്ചാണ് കാസ്ട്രോ ക്യൂബയെ നയിച്ചത്. ചേരിചേരാ പ്രസ്ഥാനത്തിനും ഉജ്ജ്വലമായ നേതൃത്വമാണ് കാസ്ട്രോ നൽകിയിരുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പ്രചോദനവും കരുത്തും പകർന്നത് സമാനതകളില്ലാത്ത ഈ വിപ്ലവകാരിയായിരുന്നു. ഫിദൽ കാസ്ട്രോയുടെ വേർപാടിൽ പാർട്ടി സംസ്ഥാന സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. മുൻ പോളിറ്റ് ബ്യൂറോ അംഗവും CITU മുൻ ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ അംഗവും ബംഗാളിലെ മന്ത്രിയും ആയിരുന്ന മുഹമ്മദ് അമീൻ, പാർട്ടി കേന്ദ്ര കൺട്രോൾ കമ്മീഷൻ ചെയർമാനും കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവും CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും
ദീർഘകാലം സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരുടെ അഖിലേന്ത്യാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്തിരുന്ന സഖാവ് സുകുമോൾ സെൻ, കേന്ദ്ര കമ്മിറ്റി അംഗവും ത്രിപുര ഇടതുമുന്നണി കൺവീനറും മുൻ ത്രിപുര മന്ത്രിയും മുൻ പാർലമെൻറ്റ് അംഗവുമായ സഖാവ് ഖഗൻ ദാസ്, CITU മുൻ അഖിലേന്ത്യാ സെക്രട്ടറിയും മെഡിക്കൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവുമാരുടെ അഖിലേന്ത്യാ സംഘടനയുടെ സ്ഥാപക നേതാവുമായിരുന്ന PK ഗാംഗുലി, CITU മുൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും തെലങ്കാന സമര നായകരിൽ ഒരാളുമായ പർസ സത്യനാരായണ, പാർട്ടി മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ കിസാൻ സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായിരുന്ന സഖാവ് മുൻ MP നൂറുൽ ഹുദ എന്നീ സഖാക്കളുടെ വേർപാടിൽ പാർട്ടി സംസ്ഥാന സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. പാർട്ടിയുടെയും വർഗബഹുജന സംഘടനയും നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങളിൽ പങ്കാളികളായ നിരവധി ഉശിരന്മാരായ സഖാക്കൾ വർഗശത്രുക്കളുടെ കടന്നാക്രമണങ്ങൾക്ക് ഇക്കാലത്ത് വിധേയരായി രക്തസാക്ഷികളായിട്ടുണ്ട്. കണ്ണൂർ ചിറ്റാരിപ്പറമ്പിലെ ചൂണ്ടയിൽ ബ്രാഞ്ച് അംഗം ദേശാഭിമാനി ഏജന്റുമായിരുന്ന സഖാവ് ഓണിയൻ പ്രേമൻ, തൃശൂർ മുല്ലശ്ശേരി പാവറട്ടിയിലെ തിരുനെല്ലൂർ ബ്രാഞ്ച് അംഗം സഖാവ് MK ഷിഹാബുദ്ദീൻ, കണ്ണൂർ വെണ്ടുട്ടായിയിലെ C സരോജിനിയമ്മ, പാനൂർ വടക്കേ പൊയിലൂരിൽ പാർട്ടി പ്രവർത്തകനും റെഡ് വോളണ്ടിയറുമായിരുന്ന പള്ളിച്ചാലിൽ സഖാവ് വിനോദ്, പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്രയിൽ കാരപ്പറ്റ ബ്രാഞ്ച് അംഗവും ഓട്ടോ ടാക്സി യൂണിയൻ പ്രവർത്തകനുമായിരുന്ന വിജയൻ, കാസർഗോഡ് ജില്ലയിലെ കൊടമ്പേളൂർ കാലിച്ചാനടുത്ത് പാർട്ടി പ്രവർത്തകൻ C നാരായണൻ, ചേർത്തല പള്ളിപ്പുറം പഞ്ചായത്തിലെ തുമ്പോച്ചിറ വീട്ടിൽ സഖാവ് ഷിബു എന്ന സുരേഷ്, പിണറായി കമ്പനിമൊട്ടയിലെ സഖാവ് CV രവീന്ദ്രൻ, തൃശൂർ എങ്ങണ്ടിയൂർ സ്വദേശി ശശികുമാർ, പയ്യന്നൂർ കുന്നാരു കാരന്താട്ടിലെ സഖാവ് വി ധൻരാജ്, തിരുവനന്തപുരം തമലത്തെ DYFI CITU പ്രവർത്തകനായിരുന്ന സുരേഷ് കുമാർ, കണ്ണൂർ പടുവിലായി പാർട്ടി LC അംഗവും കള്ളുഷാപ്പ് തൊഴിലാളിയുമായിരുന്ന സഖാവ് K മോഹനൻ, പാർട്ടി ചെറുകാവ് ലോക്കൽ കമ്മിറ്റി അംഗം P മുരളീധരൻ എന്നീ സഖാക്കളുടെ ഉജ്ജ്വല സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പാർട്ടി വയനാട് ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയും CITU ജില്ലാ സെക്രട്ടറിയുമായിരുന്ന സഖാവ് C ഭാസ്കരൻ, പാർട്ടി ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന സഖാവ് PA രാജു, കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറിയുമായിരുന്ന വാടി രവി, കണ്ണൂർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും പ്രമുഖ സഹകാരിയും KPTU മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന സഖാവ് PK നാരായണൻ മാസ്റ്റർ, ചെങ്ങന്നൂർ മുൻ MLA ആയിരുന്ന സഖാവ് KK രാമചന്ദ്രൻ എന്നീ സഖാക്കളുടെ വേർപാടിൽ പാർട്ടി സംസ്ഥാന സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. തില്ലങ്കേരി സമരസേനാനി KV പുരത്തെ കരിപ്പായി കുഞ്ഞിരാമൻ, തെന്മല ഡാം സമരസേനാനി R ഗോപി, പരിയാരം കർഷക സമരസേനാനിയും കൂട്ടംകുളം പാലിയം സമരങ്ങളിൽ പങ്കാളിയുമായിരുന്ന KK പൈങ്കി മാസ്റ്റർ, പുന്നപ്രവയലാർ സമരസേനാനികളായ M ശിവൻപിള്ള, സുധൻ ഭാഗവതർ, കുമരം കണ്ണേഴത്ത് തങ്കപ്പൻ, PK ദാസൻ, കരിക്കോട് PS രഘുനാഥൻ, തങ്കച്ചൻ, KA തങ്കപ്പൻ, KV തങ്കപ്പൻ, കാവുമ്പായി സമരസേനാനികളായ AC ഷാദുലി, MC പത്മനാഭൻ നമ്പ്യാർ, EK രാഘവൻ നമ്പ്യാർ, കയ്യൂർ സമരസേനാനി സഖാവ് കോരൻ മാസ്റ്റർ, ഒഞ്ചിയം സമരസേനാനി പുറവിൽ കണ്ണൻ, വണ്ടാഴി സമരസേനാനി PK വേലായുധൻ, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും കടക്കൽ സമരസേനാനിയുമായ കേരളപുരത്തെ വേലായുധൻ നായർ, സ്വാതന്ത്ര്യ സമര സേനാനിയും ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ പ്രതിയാക്കപ്പെട്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പയ്യപ്പള്ളി ബാലൻ, ആ കേസിൽ ഒന്നാം പ്രതിയായിരുന്ന KC മാത്യു, പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാവുമായിരുന്ന കാഞ്ഞങ്ങാട്ടെ സഖാവ് K മാധവൻ, മുനേൻകുന്ന് സമരസേനാനിയും പാർട്ടി മുൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന കുറ്റൂരിലെ BV കുഞ്ഞിക്കണ്ണൻ വൈദ്യർ, കയ്യൂർ സമരസേനാനി കൂക്കോട്ടെ PT കുഞ്ഞമ്പു, തൃശൂർ വേലൂരിലെ മണിമലർക്കാവ് മാറുമറക്കൽ സമരനായിക നെല്ലിക്കൽ ജാനകി, പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി KE മാമ്മൻ, CPI അഖിലേന്ത്യാ സെക്രട്ടറിയായിരുന്ന സഖാവ് AB ബർദൻ, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം, കേരള നിയമസഭാ സ്പീക്കർ G കാർത്തികേയൻ, RSP മുൻ സംസ്ഥാന സെക്രട്ടറി VP രാമകൃഷ്ണപിള്ള, മുൻ കേന്ദ്രമന്ത്രിയും MP-യുമായിരുന്ന E അഹമ്മദ്, NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ, CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി KR അരവിന്ദാക്ഷൻ, INL സംസ്ഥാന പ്രസിഡന്റ് SA പുതിയവളപ്പിൽ, മുൻ മന്ത്രി E ചന്ദ്രശേഖരൻ നായർ, പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണ പ്രൊഫസർ നൈനാൻ കോശി, മുൻ അഡ്വക്കേറ്റ് ജനറൽ MK ദാമോദരൻ എന്നിവരുടെയും വേർപാടിൽ ഈ സംസ്ഥാന സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ONV കുറുപ്പ്, മലയാളത്തിൻ്റെ സാംസ്കാരിക ലോകത്തെ ചുവന്ന താരമായിരുന്ന സഖാവ് ONV കുറുപ്പ് നമ്മെ വിട്ടുപിരിഞ്ഞതും ഈ കാലയളവിലാണ്. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തോടുള്ള ആഭിമുഖ്യവും സാമ്രാജ്യത്വ വിരോധവും ജീവിതാന്ത്യം വരെ കാത്തുസൂക്ഷിക്കുകയും
തൊഴിലാളി വർഗത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി എപ്പോഴും ശബ്ദിക്കുകയും ചെയ്ത മഹാപ്രതിഭാശാലിയായ ONVയുടെ വേർപാടിൽ ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു. ഹിന്ദുത്വ തീവ്രവാദികൾ കൊലപ്പെടുത്തിയ MM കൽബുർഗി, ഗൗരി ലങ്കേഷ് എന്നിവരുടെയും മൺമറഞ്ഞ സിനിമാ നടൻ കലാഭവൻ മണി, രോഹിത് വെമുല, ആര്യ പ്രേംജി എന്നിവരുടെയും വേർപാടിൽ ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു. പാർട്ടിയുടെ ആദ്യകാല നേതാക്കളും പാർട്ടി അംഗങ്ങളുമായ നിരവധി സഖാക്കളും സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രശസ്തരായ വ്യക്തികളും ഈ കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാം വേർപാടിൽ ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു. സാമ്രാജ്യത്വ അധിനിവേശ നടപടികളിൽ കൊല്ലപ്പെട്ടവർ, തീവ്രവാദി ഭീകരവാദി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവർ, യുദ്ധങ്ങളിലും വർഗീയ കലാപങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും അപകടങ്ങളിലും പെട്ട് വധിക്കപ്പെടുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ അസംഖ്യം മനുഷ്യരുടെ വേർപാടിലും ഈ സംസ്ഥാന സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ഒരു നിമിഷം ഇരിക്കും. കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം ഈ സമ്മേളനം വരെയുള്ള കാലയളവിൽ നമ്മളിൽ നിന്നും വേറിട്ട് പോയ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കായിക രംഗത്തെയെല്ലാം പ്രമുഖരെയും വ്യക്തികളെയും അനുസ്മരിക്കുന്ന കുറിപ്പ് ഇവിടെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രതി സഖാക്കൾക്കും അത് ലഭ്യമാകും. പ്രസീഡിയം, സ്റ്റിയറിംഗ്, മിൻസ്, ക്രെഡൻഷ്യൽ, പ്രമേയ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാൻ സംസ്ഥാന സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. പ്രസീഡിയത്തിലേക്ക് 5 സഖാക്കൾ ഉൾക്കൊള്ളുന്ന പ്രസീഡിയം വേണം എന്നാണ് നിർദ്ദേശിക്കുന്നത്. സഖാക്കൾ EP ജയരാജൻ, PK സൈനബ, K സോമപ്രസാദ്, മുഹമ്മദ് റിയാസ്, ജയ്ക്ക് C തോമസ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കേണ്ടതാണ്. പ്രമേയ കമ്മിറ്റി എളമരം കരീം കൺവീനർ, TM തോമസ് ഐസക്, CP നാരായണൻ, പുത്തലത്ത് ദിനേശൻ, TN സീമ, MB രാജേഷ്, P രാജീവ്, KN ബാലഗോപാൽ, M സ്വരാജ്, KK രാഗേഷ്, KT കുഞ്ഞിക്കണ്ണൻ. കടർഷ കമ്മിറ്റി കൺവീനർ P സതീദേവി, M രാജഗോപാൽ കാസർഗോഡ്, EA ശങ്കരൻ വയനാട്, CV വർഗീസ് ഇടുക്കി, R സനൽകുമാർ പത്തനംതിട്ട, ചിന്ത ജെറോം കൊല്ലം, K സജീവൻ AKG സെൻറ്റർ. മിനിറ്റ്സ് കമ്മിറ്റി K വരദരാജൻ കൺവീനർ, M പ്രകാശം മാസ്റ്റർ കണ്ണൂർ, PR വർഗീസ് തൃശ്ശൂർ, C ദിവാകരൻ മലപ്പുറം, S അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ പാലക്കാട്, KG രാജേശ്വരി ആലപ്പുഴ. ഇത്രയും സഖാക്കളുടെ പേരുകളാണ് നിർദ്ദേശിക്കുന്നത്. ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ 5 കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് അംഗീകരിക്കാമെങ്കിൽ സഖാക്കൾ കൈയുയർത്തി അംഗീകരിക്കണം. പ്രതികൂലിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? നിഷ്പക്ഷം ഐക്യകണ്ഠേന ഈ നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുന്നു. ബന്ധപ്പെട്ട സഖാക്കൾ അവരുടെ കമ്മിറ്റികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ വന്നിരിക്കണം. പ്രസീഡിയം, സ്റ്റിയറിംഗ് കമ്മിറ്റി,
മിനിറ്റ്സ്, ക്രെഡൻഷ്യൽ, പ്രമേയം. CPM സംസ്ഥാന സമ്മേളന വേദിയിൽ പതാക ഉയർന്നു. പ്രതിനിധി സമ്മേളന വേദിയിൽ നിന്ന് മുതിർന്ന CPM നേതാവ് VS അച്യുതാനന്ദനാണ് പതാക ഉയർത്തിയത്. രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. ഒപ്പം 4 ദിവസത്തെ സമ്മേളനത്തിലെ കാര്യപരിപാടികളുടെ അജണ്ട അംഗീകരിച്ചു. ഐകകണ്ഠേനയാണ് അവതരിപ്പിച്ചത്. EP ജയരാജൻ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് അനുശോചന പ്രമേയം എളമരം കരീം അവതരിപ്പിക്കുകയായിരുന്നു. 4 ദിവസത്തിൽ സമ്മേളനത്തിൽ തുടരുന്ന കാര്യപരിപാടികൾ, അതിലെ അജണ്ട ഐകകണ്ഠേന പാസാക്കുകയും ചെയ്തു.